നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് സീയിൽ ഓഫ് ഷോർ കാറ്റോട്ട് ശൃംഖല സ്ഥാപിക്കുന്നതിനായുള്ള ചരിത്രപരമായ കരാറിൽ UKയും 9 യൂറോപ്യൻ രാജ്യങ്ങളും ഒരുമിക്കുന്നു. കരാറിന്റെ ഭാഗമായി കടലിൽ നിർമ്മിക്കുന്ന വിൻഡ് ഫാമുകൾ ഹൈ വോൾട്ടേജ് സമുദ്രതട കേബിളുകൾ വഴി പല രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കും. പദ്ധതി പൂർത്തിയായാൽ 100 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷി ലഭിക്കും. ഇത് ഏകദേശം 143 മില്യൺ വീടുകൾക്ക് വൈദ്യുതി നൽകുവാൻ പര്യാപ്തമാകും. ഹാംബർഗ് ഡിക്ലറേഷൻ എന്ന പേരിലുള്ള ഈ കരാറിൽ ഇന്ന് ഊർജ്ജമന്ത്രിമാർ ഒപ്പുവയ്ക്കും. UK, ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഐസ്ലാൻഡ്, അയർലാൻഡ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ പങ്കാളികളാവുക. ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് സംവിധാനത്തിൽ വൻ പരിഷ്കാരങ്ങളുമായി സർക്കാർ. അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് സേന കർശനമായ സമയപരിധിക്കുള്ളിൽ സ്ഥലത്തെത്തണമെന്ന പുതിയ നിർദ്ദേശമാണ് പുറത്തുവെക്കുക. പുതിയ പദ്ധതി പ്രകാരം ഗുരുതര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര വിളികൾക്ക് പോലീസ് ഓഫീസർമാർ നഗരമേഖലകളിൽ 15 മിനിറ്റിനുള്ളിലും ഗ്രാമീണ മേഖലകളിൽ 20 മിനിറ്റിനുള്ളിലും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തണം. ജീവന് ഭീഷണിയുള്ള സാഹചര്യം, അക്രമ സാധ്യത, ഗുരുതര അപകടം, സ്വത്തുക്കൾക്ക് നാശനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത എന്നിവയിലാണ് ഈ സമയപരിധി ബാധകമാവുക. ഈ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതി ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് ഇന്ന് പ്രഖ്യാപിക്കും. UKയിലെ തൊഴിൽ വിപണിയിൽ തൊഴിലവസരങ്ങൾ തുടർച്ചയായി കുറയുകയാണെന്ന് റിപ്പോർട്ട്. ഓൺലൈൻ ജോബ് ഡേറ്റ പ്രകാരം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ UKയിലെ ജോലിയൊഴിവുകൾ 7,16,000 കുറഞ്ഞു. 2020 കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും ദുർബലമായ വർഷമായാണ് ഇപ്പോഴത്തെ കണക്കുകൾ 2024 സൂചിപ്പിക്കുന്നത്. ശമ്പള വർധനയും ഇപ്പോൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഡിസംബർ മാസത്തിൽ ശരാശരി ശമ്പള വർധനവ് 6.8% മാത്രമായി. നവംബറിൽ ഇത് 7.7%ആയിരുന്നു. ശമ്പള വർധനയിലെ ഇടിവ് തൊഴിൽ വിപണി തണുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഡേറ്റ റിപ്പോർട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ്. ഇംഗ്ലണ്ടിൽ 10,000-കണക്കിന് കുട്ടികൾ NHS കമ്മ്യൂണിറ്റി കെയർ സേവനങ്ങൾ ലഭിക്കുവാനായി 1 വർഷത്തിലധികം കാത്തിരിക്കുകയാണെന്ന് BBC നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. കേൾവി പരിശോധന, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, വൈകല്യ പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന സേവനങ്ങൾക്കായി ഏകദേശം 3 ലക്ഷം കുട്ടികളാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത്. ഇവരിൽ 25% കുട്ടികളും 12 മാസത്തിലധികമായി സേവനം ലഭിക്കാതെ കാത്തിരിക്കുകയാണ്. NHS നേതൃത്വവും ഡോക്ടർമാരും ഈ വൈകിപ്പിക്കൽ വിനാശകരമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ മാത്രമല്ല അവരുടെ മാനസിക വികസനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പിലൂടെ സൂചിപ്പിക്കുന്നു. ആശുപത്രികളിലെ വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കുവാൻ സർക്കാർ നൽകുന്ന പ്രാധാന്യം പോലെ തന്നെ കമ്മ്യൂണിറ്റി കെയറിലെ വെയിറ്റിംഗ് ലിസ്റ്റുകൾക്കും ഉടൻ പരിഹാരം കാണേണ്ടതുണ്ടെന്ന് NHS അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സർക്കാരിന്റെ 10 വർഷത്തെ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി സേവനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിലൂടെ സേവന ലഭ്യത മെച്ചപ്പെടുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. UKയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ക്യാൻസറായ കുടൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുവാൻ NHS നിർണായകമായ പരിശോധന കൂടുതൽ കൃത്യതയുള്ളതാക്കി മാറ്റുന്നു. ഈ നീക്കത്തിലൂടെ 100 കണക്കിന് ജീവൻ രക്ഷിക്കുവാൻ കഴിയുമെന്ന് NHS മേധാവികൾ പറയുന്നു. കുടൽ ക്യാൻസർ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഫീസൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റ് ഫിറ്റ് എന്ന പരിശോധന കൂടുതൽ കൃത്യതയുള്ളതാക്കി മാറ്റുകയാണ്. നിലവിൽ 1 ഗ്രാം മലത്തിൽ 120 മൈക്രോഗ്രാം രക്തം കണ്ടെത്തിയാൽ മാത്രമാണ് കുടൽ പരിശോധനയ്ക്ക് രോഗിയെ അയക്കുന്നത്. പുതിയ പദ്ധതി പ്രകാരം 2028ഓടെ ഈ പരിധി 80 മൈക്രോഗ്രാമായി കുറയ്ക്കും. ഇതോടെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പേ കുടൽ ക്യാൻസർ കണ്ടെത്തുവാൻ സാധ്യത കൂടുമെന്നാണ് NHSന്റെ വിലയിരുത്തൽ. ബ്രിട്ടനിൽ പ്രതിവർഷം 40,000-ലധികം പേർക്ക് കുടൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 17,000-ലധികം പേർക്ക് ഈ രോഗം മൂലം മരണവും സംഭവിക്കുന്നുണ്ട്. ഡെവൻ കോൺവാൾ തീരപ്രദേശങ്ങളിൽ സ്റ്റോം ഇൻഗ്രിഡ് വിതച്ച വൻ നാശനഷ്ടങ്ങൾക്ക് പിന്നാലെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ശനിയാഴ്ചയാണ് സ്റ്റോം ഇൻഗ്രിഡ് ഡെവൻ കോൺവാൾ പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ചത്. ഭീമൻ തിരമാലകൾ പ്രധാന റെയിൽവേ പാതയ്ക്ക് സമീപമുള്ള കടൽ ഭിത്തി തകർക്കുകയും ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് പെയറിന്റെ ഒരു ഭാഗം തിരമാലകളിൽ ഒലിച്ചുപോവുകയും ചെയ്തിരുന്നു. വീടുകൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡാവ്ലിഷിലെ മേഖലയിൽ റെയിൽവേ പാതയിൽ കടൽ ഭിത്തി 2 ഭാഗങ്ങളിൽ തകർന്നതിനെ തുടർന്ന് നെറ്റ്വർക്ക് റെയിൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയതായും അറിയിച്ചു.
പരിശോധനയ്ക്ക് ശേഷം പരിമിത ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചതായും നെറ്റ്വർക്ക് റെയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കനത്ത മഴയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മെറ്റ് ഓഫീസ്. ഇംഗ്ലണ്ടിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖല മുഴുവൻ യെല്ലോ വെതർ വാർണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണി മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെ മുന്നറിയിപ്പ് നിലനിൽക്കും. ഈ കാലയളവിൽ കനത്ത മഴ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഡാറ്റ്മൂർ ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ 50 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്. ന്യൂസിലൻഡിനെതിരെയുള്ള ട്വന്റി പരമ്പരയിലെ 3ാം മത്സരത്തിലും മിന്നും വിജയവുമായി ഇന്ത്യ. വെറും 10 ഓവറിലാണ് ഇന്ത്യ കളി തീർത്തത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും വെടിക്കെട്ട് 50കളാണ് നേടിയത്. സൂര്യ 26 പന്തിൽ 57 റൺസും അഭിഷേക് 20 പന്തിൽ 68 റൺസും നേടി. ഗോൾഡൻ ഡെക്കായ സഞ്ജു സാംസണിന്റെയും 13 പന്തിൽ 28 റൺസ് നേടിയ ഇഷാൻ കിഷാന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസാണ് നേടിയത്. ജസ്പ്രീത് ബുംറ 3 വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയും രവി ബിഷ്ണോയിയും 2 വിക്കറ്റ് വീതം നേടി. ആഡിംഗ്ടൺ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ വർണ്ണാഭമായി. ജനുവരി 17-ന് സട്ടൺ കോൾഫീൽഡ് സെന്റ് ചാൾസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡിജോ ജോൺ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുകയും ട്രഷറർ ടോണി എസി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ആഡിംഗ്ടൺ ബാൻഡിന്റെ സംഗീത വിരുന്നും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. യുഗ്മ കലാമേളയിൽ പങ്കെടുത്ത പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഗായകൻ അഭിജിത്ത് കൊല്ലത്തിന്റെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ ഗോൾഡൻ ഹിറ്റ്സ് സംഗീത വിരുന്ന് ഒരുക്കി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യ. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ നടന്നു. രാവിലെ 9:30ഓടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിക്കൊപ്പം സല്യൂട്ടിംഗ് ഡൈസിലേക്ക് എത്തിയത്. രാവിലെ 10:30 ആരംഭിച്ച പരേഡ് ഏകദേശം 90 മിനിറ്റോളം നീണ്ടു. ഇന്ത്യയുടെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും വികസന നേട്ടങ്ങളും വിളിച്ചോതുന്നതായിരുന്നു പരേഡ്. പുതുതായി രൂപീകരിച്ച സൈനിക യൂണിറ്റുകളും ഓപ്പറേഷൻ സിന്ദൂരിലെ പ്രധാന ആയുധ സംവിധാനങ്ങളുടെ മാതൃകകളും പരേഡിൽ അണിനിരന്നു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികാഘോഷം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ സവിശേഷതയായി മാറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.